ഇന്ന് ലോക ഹൃദയ ദിനം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹൃദയരോഗികളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അതിൽ തന്നെ ഉയർന്ന ഹൃദയരോഗ നിരക്കുള്ള സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ആരോഗ്യമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി സമൂഹത്തെ മാറ്റുക എന്നതാണ് ഹൃദയ ദിനം കൊണ്ട് വേൾഡ് ഹാർട്ട് ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത്. ഗർഭാശയത്തിലായിരിക്കുമ്പോൾ സംഭവിക്കുന്ന പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾക്ക് ശാരീരിക വൈകല്യങ്ങൾക്കും അതുവഴി ഭാവിയിൽ ഹൃദയരോഗം ഉണ്ടാകുവാനുമുള്ള സാധ്യതയിലേക്കും വഴിതെളിക്കുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കുറഞ്ഞ തൂക്കവുമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പിൽക്കാലത്ത് ഹൃദയരോഗം, ഉയർന്ന രക്തസമ്മർദ്ദം, മസ്തിഷ്കാഘാതം എന്നിവ കൂടുതലാണ്. കിട്ടുന്നതെന്തും വലിച്ചുവാരി കഴിക്കുന്ന പ്രകൃതക്കാരാണോ നിങ്ങൾ? എങ്കിൽ സൂക്ഷിക്കുക, എവിടെയോ ആപത്ത് പതിയിരിപ്പുണ്ട്. എന്ത് കഴിക്കണമെന്നും എങ്ങനെ കഴിക്കണമെന്നും ചില പ്രകൃതി നിയമങ്ങളുണ്ട്. മറിച്ച് നാം വായ്ക്ക് രുചിയുണ്ടെന്ന് തോന്നുന്നതെന്തും മൂക്കറ്റം കഴിക്കുന്ന നിലപാട് എന്നേ മാറ്റേണ്ടിയിരിക്കുന്നു. മാംസ്യം, ജീവകം, അന്നജം, കൊഴുപ്പ്, ധാതുലവണങ്ങൾ എന്നീ ഘടകങ്ങൾ നിശ്ചിത അളവിൽ അടങ്ങിയിട്ടുള്ള സമീകൃത ആഹാരമാണ് നാം കഴിക്കേണ്ടത്. ഈ അനുപാതത്തിൻ്റെ അളവുകൾ തെറ്റിയാൽ നമ്മുടെ ശരീരത്തിന് അത് ഭീഷണിയായിരിക്കും. ലോകത്തിൽ പ്രതിവർഷം 1.79 കോടി ജനങ്ങളാണ് കാർഡിയോ വാസ്കുലർ ഡിസീസ് എന്ന മാരകമായ ഹൃദയരോഗം നിമിത്തം മരിക്കുന്നത്. 2030 ആവുമ്പോഴേക്കും ഇത് 2.3 കോടിയിലെത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിൽ ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന അവയവമാണ് നമ്മുടെയെല്ലാം ഹൃദയം. സിരകളിലൂടെ ഹൃദയത്തിലെത്തുന്ന ഓക്സിജൻ കുറഞ്ഞ രക്തത്തെ ശ്വാസകോശങ്ങളിൽ എത്തിച്ച് ഓക്സിജൻ സമ്പുഷ്ടമാക്കി മാറ്റി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സുപ്രധാന ദൗത്യമുള്ള അവയവമാണ് ഹൃദയം. അതിനാൽ തന്നെ ഹൃദയത്തിനേൽക്കുന്ന നേരിയ പോറൽ പോലും ജീവൻ നഷ്ടപ്പെടാൻ കാരണമായേക്കാം. നിൽക്കാതെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിന് അത്രത്തോളം കാര്യങ്ങളുണ്ട് മനുഷ്യ ശരീരത്തിൽ ചെയ്തു തീർക്കാൻ. പക്ഷേ നിർഭാഗ്യവശാൽ ലോകത്തിൽ സംഭവിക്കുന്ന മനുഷ്യമരണങ്ങളിൽ ഒന്നാമത് എത്തി നിൽക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണെന്ന് ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാണിക്കുന്നു. അമിതവണ്ണം, ഉയർന്ന രക്തസമ്മർദ്ദം, അമിതമായ കൊളസ്ട്രോൾ, പുകവലി, മദ്യപാനം, പ്രമേഹം, മാനസിക സംഘർഷങ്ങൾ എന്നിവ ഹൃദയാഘാതത്തിന് കാരണമാവുന്നു. ഒരു കാലത്ത് 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലാണ് ഇത്തരം അസുഖങ്ങൾ കണ്ടുവന്നിരുന്നത്. എന്നാൽ ഇന്നിത് 18 വയസ്സിന് താഴെയുള്ളവരിൽ പോലും കണ്ടുവരുന്നു എന്നത് ആശങ്കാജനകമായ ഒരു കാര്യമാണ്. എന്നാൽ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ 80% വരെ ഹൃദയരോഗത്തെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും. അതിൽ പ്രധാനമാണ് പുകവലി ഉപേക്ഷിക്കുക, ആരോഗ്യപ്രദമായി ഭക്ഷണം കഴിക്കുക എന്നത്. അതായത് പൊരിച്ച ഭക്ഷണവും മധുരമുള്ള പലഹാരങ്ങളും ഒഴിവാക്കുക എന്നത്. പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുക, ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ വ്യായാമം ചെയ്യുക, പിരിമുറുക്കം പരമാവധി കുറച്ച് മനസ്സ് ശാന്തമാക്കുക തുടങ്ങിയ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ നമ്മുടെ വൻ കാര്യങ്ങൾ ചെയ്യുന്ന കുഞ്ഞൻ ഹൃദയത്തെ നമുക്ക് സംരക്ഷിക്കാം. Heart is a major part of our body. Every part of our body needs oxygen to survive. Our heart pumps oxygen-rich blood to every organ of our body. Now you can wonder how much it is important to take care of your heart. Risky factors for heart diseases: high blood sugar, and it is also known as diabetes; high blood cholesterol; high blood pressure, and also known as hypertension; smoking and excessive alcohol consumption. These are some risky factors for heart diseases. How can you keep your heart healthy? Maintain a healthy weight. Avoid tobacco and alcohol consumption. Exercise daily at least for 30 minutes. From this you can maintain a healthy heart. Today, September 29, World Heart Day. Our heart really is not just a pump. It is a super pump. What do we need to survive? It's oxygen. Every part of our body needs oxygen to survive. And every minute of every day, our heart pumps oxygen-rich blood to every organ of our body. Now, you can wonder how much it is important to take care of our hearts. Heart problems are the leading cause of death. Annually, there are about 2.5 million people dying in the world from cardiovascular diseases only.
it is still a high time to save ourselves from heart problem. Risk factors for heart diseases: hypertension, high blood cholesterol, high blood sugar, being overweight, lack of exercise, smoking, and excessive alcohol consumption, family history of heart diseases, unhealthy diet, stress. How can you keep your heart healthy? On this World Heart Day, let us all promise to take care of our heart by making small changes in our daily lifestyles. Eat a low-fat and high-fiber diet. Avoid tobacco and alcohol consumption. Quit smoking. Maintain healthy weight. Exercise daily for at least 30 minutes. Reduce stress by yoga and meditation. Reduce salt intake. Keep a check on blood pressure, cholesterol, and glucose levels. Save your heart, love your heart. Thank you. 29th September is celebrated as World Heart Day. Use heart to listen to your heart. The theme for 2021 World Heart Day is Use heart to connect your heart. Today I am say about our heart's internal structure and its working. The heart consists of 4 chambers: right atrium, left atrium, right ventricle and left ventricle. The 4 valves are in the heart. They are tricuspid valve, bicuspid valve, pulmonary valve and aortic valve. Working of heart. Oxygen-rich blood enters the left atrium from the lungs through the pulmonary veins. Oxygenated blood enters the left ventricle from the left atrium. Oxygenated blood is supplied to all parts of the body through the aorta. Oxygenated blood enters the right atrium through the inferior and superior vena cava. Oxygenated blood enters the right ventricle from the right atrium. Deoxygenated blood is sent through the pulmonary arteries to the lungs. A very warm welcome to one and all. I hope you all are safe and healthy. First of all, I wish you a World Heart Day. If you want to responsible towards your family, be responsible towards your heart. On the occasion of World Heart Day, I wish that your heart always stay happy and healthy. So take care of your diet and always keep a healthy heart. For your healthy heart, quit smoking, avoid alcohol, eat healthy, exercise regularly. Thank you. September 29th is internationally observed as World Heart Day. International support on World Heart Day proves effective in spreading awareness about cardiovascular disease. Importance of awareness and prevention of heart-related diseases is now relevant more ever. The lack of exercise, fast food culture, increase in white collar jobs are the main reasons for this. The World Heart Day is the perfect day for improving health by making lifestyle change, quit smoking, get exercising and start eating healthy. We all know that September 29 is World Heart Day. We all should keep our heart healthy. We all know that our heart is the major part in our body. Heart pumps blood to all other body parts. Do you know, in every year over 17 million people die because of heart disease. Hypertension, smoking, high cholesterol, diabetes, inactivity, being overweight are some causes of heart disease. Chest pain, shortness of breath, and pain in your neck, jaw or throat are some symptoms of an unhealthy heart. We can celebrate this World Heart Day by eating healthy, getting active, being at a healthy weight, controlling your blood pressure and controlling your cholesterol, and by managing stress. In this World Heart Day, I wish that your heart will stay happy and healthy all the time. Today, September 29, World Heart Day. Heart is the most important part of our body. If this is true, then there will always be a smile on your face. World Heart Day is celebrated on 29 September every year around the world to create awareness about the heart and avoid heart-related problems. Celebrating World Heart Day started in the year 2000.
According to cardiologists, heart diseases can be happen to anyone at any age. There is no fixed age it. Today, heart patients are only aged people, but also young children are these problems. Middle-aged men and women also prone to this heart disease, yet they ignore the risk of this disease. That is why World Heart Day awakeness the feeling among the people that they should be aware of heart diseases. Thank you. Our heart is a muscular organ about the size of a fist. We need oxygen to survive. Our heart pumps oxygen-rich blood to all parts of our body. So, it is known as root of life. On this World Heart Day, let us all to promise to take care of our heart. Heart Day is part of an international campaign to spread awareness about heart diseases and stroke prevention. This is perfect day to quit smoking, get exercise and start eating healthy. All in the name of keeping your ticker in good working order and improving the health and well-being of people the world over. September 29, World Heart Day. World Heart Day is an internationally observable day for everyone. International support on World Heart Day proves effective in spreading awareness about cardiovascular disease. World Heart Day is a perfect day. Improving healthy, making a lifestyle change, quit smoking, get exercising and start eating healthy. Thank you. മനുഷ്യ ശരീരത്തിലെ ആന്തരിക അവയവമാണ് ഹൃദയം. ഇത് ശരീരത്തിൻ്റെ ഇടതുഭാഗത്താണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം സ്ഥിരീകരിച്ച് പമ്പ് ചെയ്യുകയാണ് ഈ അവയവത്തിൻ്റെ പ്രധാന ധർമ്മം. ഹൃദയത്തിന് 4 അറകളുണ്ട്. The human heart. The heart is the center of the blood circulation system. It is as big as one fist. It is found in the thoracic cavity between the lungs slightly toward the left side. There are ribs to protect the heart. A membrane called pericardium covers the heart. This is a double membrane. The human heart has 4 chambers. In every year, we all are celebrating World Heart Day in September 29. How to keep our heart healthy? Consume less salt, eat full of fruits and vegetables, limit saturated fat, be physically active, eat less sugar, quit smoking, cut back on alcohol, do more exercise, be stressless, and keep down your weight. Through these tips, we can keep our heart healthy. World Heart Day takes place on 29 September every year. It is a chance for people across the globe to take part in the world's biggest intervention against cardiovascular disease. Her day is a part of an international campaign to spread awareness about cardiovascular disease and stroke prevention. The World Heart Federation, WHF, in conjunction with the World Heart Organization, WHO, announced the establishment of World Heart Day in 1999. Presently, cardiovascular disease are the leading cause of death in the world. Cardiovascular disease are often a result of accumulation of several causes such as age, lifestyle, diet and smoking, with many ultimately lead to heart failure. The main object is to encouraging adoption of healthy lifestyle, healthy eating habits, control smoking, tobacco, which reduce the risk of heart disease. Governments and non-government organizations celebrate and promote World Heart Day with activities such as fun runs,
public talks, the World Health Federation organizes awareness events in more than 100 countries, include health check, exhibition, etc. Every year as a different theme. The World Heart Day is celebrated every year on 29th September. It was created by the World Heart Federation. World Heart Day spread awareness about the prevention of heart diseases among the people. Heart diseases and strokes are the world's most common cases of death. Aim is to improve health globally by encouraging people to change their lifestyle and aware them. It was campaigning in which individual families, communities and government are the world participate to battle against coronavirus disease.